പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 5 ഓർഗനൈസിംഗ് അഥവാ സംഘാടനം എന്നുള്ള പാഠത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എന്താണ് ഓർഗനൈസിംഗ്? മീനിങ് ഓഫ് ഓർഗനൈസിംഗ്. Organizing is the process of defining and grouping the activities of the enterprise and establishing authority relationship among them. സംഘാടനം എന്ന് പറയുന്ന പ്രക്രിയ ഒരു സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ ഗ്രൂപ്പ് ചെയ്യുകയും അങ്ങനെ വിവിധ തസ്തികകളിലുണ്ടാകുന്ന പരസ്പര ബന്ധം നിശ്ചയിക്കുകയും ചെയ്യലാണ് സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും അവയെ ഗ്രൂപ്പ് ചെയ്യുകയും അതിനുശേഷം ആ ആക്ടിവിറ്റീസ് തമ്മിലുള്ള പരസ്പര റിലേഷൻഷിപ്പ്, പരസ്പരമുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യലാണ് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗ് കോർഡിനേറ്റ്സ് ഹ്യൂമൻ എഫേർട്സ്, assembles resources and integrate both into a unified whole to be utilized for achieving specified objectives. ഓർഗനൈസിങ്ങിലൂടെ മാനുഷിക പ്രയത്നങ്ങളെയും അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന വിവിധ റിസോഴ്സസിൻ്റെയും ഇൻ്റഗ്രേഷൻ സാധ്യമാക്കുകയും അവയെ കൂട്ടിസംയോജിപ്പിച്ചുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുകയും ചെയ്യുന്നു. It brings productive cooperation between the personnel and also clarifies the extent of authority. ഓർഗനൈസിങ്ങിലൂടെയാണ് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ തമ്മിൽ ഉള്ള പരസ്പര സഹകരണം ഉറപ്പാക്കുന്നതും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കുമുള്ള അധികാരം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഓർഗനൈസിംഗ് പ്രക്രിയയുടെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓർഗനൈസിംഗ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു സ്ഥാപനത്തിലെ വിവിധ വർക്കുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യലാണ് ഓർഗനൈസിങ്ങിൽ ആദ്യമായി ചെയ്യേണ്ടത്. ദ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു മാനേജബിൾ ആക്ടിവിറ്റീസ് സോ ദാറ്റ് ഡ്യൂപ്ലിക്കേഷൻ ക്യാൻ ബി അവോയ്ഡഡ്. വർക്കിനെ മാനേജ് ചെയ്യാൻ എളുപ്പത്തിന് ചെറിയ ആക്ടിവിറ്റീസായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കലാണ്. Burden of work can be shared among various employees through the division of work. ഇത്തരത്തിൽ തൊഴിൽ വിഭജനം നടത്തുന്നതിലൂടെ വർക്കിനെ വിവിധ ജീവനക്കാർക്കായിട്ട് വീതിച്ചു നൽകാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി ഓർഗനൈസിങ്ങിൽ ഡിപ്പാർട്ട്മെൻ്റലൈസേഷനാണ് ആവശ്യമായിട്ടുള്ളത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യലാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. ആക്ടിവിറ്റീസ് ഓഫ് സിമിലർ നേച്ചർ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു ഫെസിലിറ്റേറ്റ് എ സ്പെഷ്യലൈസേഷൻ. ദിസ് ഗ്രൂപ്പിംഗ് പ്രോസസ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. സിമിലർ നേച്ചറുള്ള ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്നതിനാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയുന്നത്. Departments can be created using several criteria as a basis, like functional areas, products, territory, etc. ഇത്തരത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപീകരിക്കുന്നതിന് പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ഉദാഹരണമായി ഫങ്ഷണൽ ഏരിയ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അങ്ങനെ വിവിധ ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട്.
ആ ഫങ്ഷണൽ ഏരിയാസിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യാം, അല്ലെങ്കിൽ പ്രോഡക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ടെറിറ്ററി ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യാം. മൂന്നാമതായി അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ് ഓർഗനൈസിങ്ങിൽ നിർവഹിക്കേണ്ടത്. ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു നൽകൽ. ജോബ്സ് ആർ അലോക്കേറ്റഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ അക്കോർഡൻസ് ടു ദർ സ്കിൽസ് ആൻഡ് കോമ്പീറ്റൻസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും തൊഴിലാളികളുടെ കഴിവും ശേഷിയും അനുസരിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോബിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കലാണ് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായി ചെയ്യേണ്ടത്. It is necessary to define the work of different job positions and accordingly allocate work to various employees. ഇതിനുവേണ്ടി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ജോബിനെയും കൃത്യമായിട്ട് നിർവചിക്കേണ്ടതുണ്ട്. ആ ജോബിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ജോബിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വ്യക്തത നൽകേണ്ടതുണ്ട്. അതിനുശേഷം കഴിവും യോഗ്യതയുമുള്ള വ്യക്തികൾക്ക് ആ ജോബ് ഏൽപ്പിച്ചു നൽകലാണ് ഓർഗനൈസിങ്ങിലൂടെ ചെയ്യേണ്ടത്. നാലാമതായി എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്. ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ഓൾസോ നോ who he has to take orders from and to whom he is accountable. ഒരു സ്ഥാപനത്തിലെ വിവിധ തസ്തികകളിലുള്ള ജീവനക്കാർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ആരുടെ കീഴിലാണ് ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരുടെ മേലുദ്യോഗസ്ഥനാണെന്നുള്ളതിൽ വ്യക്തത വരുത്തിയിരിക്കണം. ആരിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ആരോട് ഉത്തരവാദിയായിരിക്കുമെന്നതിൽ വ്യക്തത നൽകേണ്ടതുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ടു ദ ഫേം ആൻഡ് ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്തരത്തിൽ അധികാര വ്യക്തത വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവനക്കാർ പരസ്പരമുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തത വരുത്തുകയാണെങ്കിൽ, അതിലൂടെ സ്ഥാപനത്തിനൊരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ലഭിക്കുന്നുണ്ട്. തന്നെയുമല്ല, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ കഴിയും. ഓർഗനൈസിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്. The first point is benefits of specialization. Organizing leads to a systematic allocation of jobs among the workforce. Repetitive performance of a particular task allows a worker to gain experience in that area and leads to specialization. ഓർഗനൈസിങ്ങിൽ ജോലികൾ കൃത്യമായിട്ട് ജീവനക്കാർക്ക് വീതിച്ചു നൽകുന്നുണ്ട്. ഓരോ വർക്കർക്കും അവരുടെ കഴിവനുസരിച്ച്, അവരുടെ യോഗ്യത അനുസരിച്ചുള്ള ജോലി ഏൽപ്പിച്ചു നൽകുന്നു. ഒരേ ജോലി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലവർ പ്രാവീണ്യം നേടുന്നു. ഓർഗനൈസിങ്ങിലൂടെ സ്പെഷ്യലൈസേഷൻ ആർജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു മേന്മ. രണ്ടാമതായി ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ്. ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ തമ്മിലുള്ള ബന്ധം, അതിലൊരു വ്യക്തത ഓർഗനൈസിംഗ് ആണ് വരുത്തുന്നത്. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വർക്കിംഗ് റിലേഷൻഷിപ്സ് ക്ലാരിഫൈസ് ലൈൻസ് ഓഫ് അതോറിറ്റി ആൻഡ് സ്പെസിഫൈസ് ഹു ഈസ് ടു റിപ്പോർട്ട് ടു ഹും. അപ്പോൾ ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് എന്ന് വ്യക്തത വരുമ്പോൾ, അത്തരത്തിലൊരു അധികാര ഉത്തരവാദിത്വ വ്യക്തത വരുത്തുന്നതോടുകൂടി സ്ഥാപനത്തിൽ ജീവനക്കാർ തമ്മിൽ പരസ്പര സഹകരണം ഉണ്ടാകുകയും അവർ തമ്മിലുള്ള നല്ല ബന്ധം വളർത്താൻ അത് ഉപകരിക്കുകയും ചെയ്യും. This removes ambiguity in commanding and instructions. ആർക്ക് നിർദ്ദേശം നൽകണമെന്നതിൽ വ്യക്തത വരുമ്പോൾ നിർദ്ദേശം നൽകുന്നതിലുള്ള അവ്യക്തതകൾ ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമതായി ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്.
വിഭവങ്ങളുടെ ഏറ്റവും ഫലവത്തായ ഉപയോഗം ഉറപ്പാക്കാൻ ഓർഗനൈസിംഗ് സഹായിക്കുന്നുണ്ട്. ഓർഗനൈസിംഗ് ലീഡ്സ് ടു ദ പ്രോപ്പർ യൂസേജ് ഓഫ് ഓൾ മെറ്റീരിയൽ, financial and human resources. The proper assignment of jobs avoids overlapping of work and also makes possible the best use of resources. ഇത്തരത്തിൽ ഭൗതിക, മാനുഷിക, സാമ്പത്തിക വിഭവങ്ങളുടെ ഫലവത്ത ഉപയോഗം ഓർഗനൈസിങ്ങിലൂടെ ഉറപ്പുവരുത്താൻ കഴിയുന്നു. നാലാമതായി അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, അനുരൂപീകരണത്തിന് സഹായിക്കുന്നു ഓർഗനൈസിംഗ്. മാറ്റങ്ങൾക്കനുസരിച്ച് എളുപ്പത്തിൽ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഓർഗനൈസിങ്ങിലൂടെ സാധ്യമാണ്. ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് അലൗസ് എ ബിസിനസ് എന്റർപ്രൈസ് ടു അക്കോമഡേറ്റ് ചേഞ്ചസ് ഇൻ ദ ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിൽ വേഗത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു സ്ഥാപനത്തിൽ സാധ്യമാണ്. ഇറ്റ് അലൗസ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു ബി സ്യൂട്ടബിളി മോഡിഫൈഡ് ആൻഡ് ദ റിവിഷൻ ഓഫ് ഇന്റർ റിലേഷൻഷിപ്സ് എമംഗ് മാനേജറിയൽ ലെവൽസ്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ജീവനക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്ഥാപനത്തിന് പുതുമുഖം നൽകാൻ വേണ്ടിയിട്ട് ഓർഗനൈസിങ്ങിലൂടെ സാധ്യമാണ്. അഞ്ചാമതായി ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓർഗനൈസിങ്ങിലൂടെ സ്ഥാപനത്തിൻ്റെ ഫലവത്തായിട്ടുള്ള ഭരണനിർവഹണം സാധ്യമാണ്. ഓർഗനൈസിംഗ് പ്രൊവൈഡ്സ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ് ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്. ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസിന് അവിടെ വ്യക്തതയുണ്ട്. ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്സ് എനേബിൾസ് പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. ഇവിടെ ജീവനക്കാരുടെ അധികാരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ സംബന്ധിച്ച് യാതൊരു അവ്യക്തതകളുമില്ല. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് യഥാസമയത്ത് ജോലികൾ പൂർത്തീകരിക്കാൻ ജീവനക്കാർക്ക് സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. ആറാമതായി ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ. ജീവനക്കാരുടെ വളർച്ചയ്ക്ക് ഓർഗനൈസിംഗ് സഹായിക്കുന്നു. Effective delegation allows the managers to reduce their workload by assigning routine jobs to their subordinates. ഓർഗനൈസിംഗിൻ്റെ ഭാഗമായിട്ട് ഡെലിഗേഷൻ നടത്തുമ്പോൾ അധികാരം താഴെ തലങ്ങളിലേക്ക് വിട്ടു നൽകുമ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ ജോലിഭാരം കുറയ്ക്കാനും അതിലൂടെ റൊട്ടീൻ ജോബുകൾ തൻ്റെ കീഴ് ജീവനക്കാർക്ക് നൽകിക്കൊണ്ട് ഗൗരവമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. ഇറ്റ് ഗീവ്സ് ദം ദ ടൈം ടു എക്സ്പ്ലോർ ഏരിയാസ് ഫോർ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഇന്നവേറ്റ്. അതിലൂടെ മേലുദ്യോഗസ്ഥർക്ക് ഇന്നവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ജീവനക്കാരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുമുണ്ട്. ഏഴാമതായി എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഓർഗനൈസിംഗ് സഹായം നൽകുന്നുണ്ട്. ഓർഗനൈസിംഗ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ് ബൈ എനേബിളിംഗ് ഇറ്റ് ടു ഡീവിയേറ്റ് ഫ്രം എക്സിസ്റ്റിംഗ് നോംസ് ആൻഡ് ടേക്കിംഗ് അപ്പ് ന്യൂ ചാലഞ്ചസ്. സ്ഥാപനത്തെ കൂടുതൽ വിപുലീകരിക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ പ്രോഡക്റ്റ് ലൈനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിനെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനും ഓർഗനൈസിംഗ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് അലൗസ് എ ബിസിനസ് എന്റർപ്രൈസ് ടു ആഡ് മോർ ജോബ് പൊസിഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഈവൻ ഡൈവേഴ്സിഫൈ ദെയർ പ്രോഡക്റ്റ് ലൈൻസ്. അടുത്തായിട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് കാണാം. Organization structure is the framework within which managerial and operating tasks are performed.
സ്ഥാപനത്തിൻ്റെ ചട്ടക്കൂടാണത്. സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തത നൽകുന്ന ഒരു ചട്ടക്കൂടാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. It specifies the relationship between people, work and resources. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെയും അവർ ചെയ്യേണ്ട പ്രവൃത്തിയെയും അവർ ഹാൻഡിൽ ചെയ്യുന്ന റിസോഴ്സസിനെയും അവ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്ന ഒന്നാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസിങ്ങിൻ്റെ ഒരു ഔട്ട്കമാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ അതിനൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാകുന്നു. ആ വ്യക്തമായ ചട്ടക്കൂടിലൂടെയാണ് ഓരോ ജീവനക്കാരുടെയും അധികാര ഉത്തരവാദിത്വങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്യപ്പെടുന്നതിലൂടെ ആണ് ആ സ്ഥാപനത്തിനൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ വ്യക്തമായൊരു ഘടന ഉണ്ടാകുന്നത്. അടുത്തായിട്ട് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു the number of subordinates that can be effectively managed by a supervisor. മാനേജ്മെൻറ്റിൽ സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു മേലുദ്യോഗസ്ഥന് ഫലവത്തായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കീഴ് ജീവനക്കാരുടെ എണ്ണം നിശ്ചയിക്കലാണ്. ദിസ് ഡിറ്റർമിൻസ് ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സ്പാൻ ഓഫ് കൺട്രോളാണ് യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ എത്ര ലെവൽസ് വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ആണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നിർണ്ണയിക്കുമ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ അഥവാ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് നിർണ്ണയിക്കേണ്ടതുണ്ട്. ഒരു മേലുദ്യോഗസ്ഥന് എത്ര കീഴ് ജീവനക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്പാൻ ഓഫ് കൺട്രോൾ കുറയും തോറും അല്ലെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥന് നിയന്ത്രിക്കാൻ കഴിയുന്ന കീഴ് ജീവനക്കാരുടെ എണ്ണം കുറയും തോറും ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ അനവധി ലെവൽസ് ഉണ്ടായിരിക്കും. ദെൻ അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഏതൊക്കെ തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ കഴിയും? ഏറ്റവും പ്രധാനമായിട്ടും രണ്ട് തരം ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. ഒന്നാമതായി ഫങ്ഷണൽ സ്ട്രക്ചറും രണ്ടാമതായി ഡിവിഷണൽ സ്ട്രക്ചറും. ഇതിൽ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് ഓഫ് സിമിലർ നേച്ചർ ആൻഡ് ഓർഗനൈസിംഗ് ദീസ് മേജർ ഫങ്ഷൻസ് ആസ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്രിയേറ്റ് എ ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചറിൽ സിമിലർ ആയിട്ടുള്ള ജോബുകളെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മേജർ ഫങ്ഷനുകൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യുന്നു. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യുന്നു. സിമിലർ ആയിട്ടുള്ള ജോബുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഓരോ ഫങ്ഷണൽ ഏരിയയിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്ന രീതിയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ, ഡിവിഷൻ ഓഫ് വർക്ക് ഇൻ ടു കീ ഫങ്ഷൻസ് വിൽ ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ് ആൻഡ് പേഴ്സണൽ. ഉദാഹരണമായി ഒരു വൻകിട സ്ഥാപനത്തിൽ വേണമെങ്കിൽ നമുക്ക് 5 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യാവുന്നതാണ്. ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ആണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ, ദെൻ പർച്ചേസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ് ആൻഡ് പേഴ്സണൽ. സ്റ്റാഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൈകാര്യം ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്ന രീതിയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിലുള്ളത്. ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മേ ബി ഫർദർ ഡിവൈഡ് ഇൻ ടു സെക്ഷൻസ്. ഫങ്ഷൻസിനെ ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുകയും ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ വിവിധ സെക്ഷൻസ് രൂപീകരിക്കുകയും ചെയ്യാവുന്നതാണ്. Thus, a functional structure is an organization designed
ദാറ്റ് ഗ്രൂപ്പ്സ് സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ടുഗദർ. ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെയാണ് കമ്പൈൻ ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്നത്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ ചാർട്ടിന് ഒരു എക്സാമ്പിൾ നൽകിയിരിക്കുന്ന ശ്രദ്ധിക്കുക. ഇവിടെ മാനേജിംഗ് ഡയറക്ടറുടെ കീഴിൽ 3 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. പ്രൊഡക്ഷൻ കാര്യങ്ങൾ നിർവഹിക്കുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഉൽപ്പന്നങ്ങളുടെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, സാധനങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കീഴിൽ വ്യത്യസ്ത സെക്ഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമായി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രോസസ്സിംഗ്, ക്വാളിറ്റി കൺട്രോൾ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് തുടങ്ങിയ സെക്ഷനുകളുണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സെയിൽസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റ് റിസർച്ച് തുടങ്ങിയ സെക്ഷനുകളുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഓർഡർ പ്രോസസ്സിംഗ്, സ്റ്റോഴ്സ്, റെക്കോർഡ്സ് എന്നിങ്ങനെ 3 സെക്ഷനുകളുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് റിലേറ്റഡ് ജോബുകളെ ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുകയും അതിന് കീഴിൽ വിവിധ സെക്ഷനുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഫങ്ഷണൽ ഓർഗനൈസേഷനിലുള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇറ്റ് ലീഡ്സ് ടു ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ സിൻസ് എംഫസൈസ് ഈസ് പ്ലേസ്ഡ് ഓൺ സ്പെസിഫിക് ഫങ്ഷൻസ്. ഇവിടെ ഫങ്ഷണൽ ഏരിയ അനുസരിച്ചാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അതിലൂടെ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി, ഇറ്റ് പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വിതിൻ എ ഡിപ്പാർട്ട്മെൻറ്റ് ബിക്കോസ് ഓഫ് സിമിലാരിറ്റി ഇൻ ടാസ്ക് ബീങ് പെർഫോംഡ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക ഏരിയയിലുള്ളതാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കാര്യനിർവഹണത്തിൽ കോർഡിനേഷനും കൺട്രോളും സാധ്യമാണ്. മൂന്നാമതായി, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിംഗ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്സ്. മാനേജീരിയൽ അതോടൊപ്പം തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതിലൂടെ വർദ്ധിച്ച ലാഭം ഉണ്ടാക്കാൻ ഇടയാക്കുന്നു. നാലാമതായി, ഇറ്റ് ലീഡ്സ് ടു മിനിമം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് വിച്ച് റിസൾട്ട്സ് ഇൻ ഇക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ലോവേഴ്സ് കോസ്റ്റ്. ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് നടക്കുന്നില്ല. കാരണം പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. ജീവനക്കാരുടെ കാര്യങ്ങൾ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മിനിമം ഡ്യൂപ്ലിക്കേഷൻ അവിടെ നടക്കുന്നുള്ളൂ. അതിലൂടെ ഇക്കണോമിക്സ് സ്കെയിലും ലോവർ കോസ്റ്റും നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അടുത്തായി, ഇറ്റ് മേക്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസിയർ ആസ് ദ ഫോക്കസ് ഈസ് ഓൺലി ഓൺ എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്കിൽസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്കും പ്രത്യേക ട്രെയിനിങ് കൊടുക്കാൻ കഴിയും. കാരണം ആ പ്രത്യേക ഏരിയയിൽ മാത്രം അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ മതി. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർക്ക് ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് മാത്രം കൊടുത്താൽ മതി. അത്തരത്തിൽ ട്രെയിനിങ്ങിലുള്ള എളുപ്പമുണ്ട്. അടുത്തായി, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഡിഫറെൻ്റ് ഫങ്ഷൻസ് ഗെറ്റ് ഡ്യൂ അറ്റൻഷൻ. ഇവിടെ എല്ലാ ഫങ്ഷനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തരംതിരിക്കുന്നത് കൊണ്ട് ഓരോ ഫങ്ഷനും വേണ്ട പ്രാധാന്യം കൊടുക്കാൻ കഴിയും. അടുത്തായി, ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. എ ഫങ്ഷണൽ സ്ട്രക്ചർ പ്ലേസസ് ലെസ് എംഫസൈസ് ഓൺ ഓവറോൾ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ദാൻ ദ ഒബ്ജക്റ്റീവ്സ് പെർസ്യൂഡ് ബൈ എ ഫങ്ഷണൽ ഹെഡ്. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അമിത പ്രാധാന്യം മൂലം സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യം വിസ്മരിക്കപ്പെടാനിടയുണ്ട്. പലപ്പോഴും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾക്ക് ഫങ്ഷണൽ മാനേജർമാർ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യങ്ങൾ എപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. രണ്ടാമതായി, ഇറ്റ് മേ ലീഡ് ടു പ്രോബ്ലംസ് ഇൻ കോർഡിനേഷൻ
as information has to be exchanged across functionally differentiated departments. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ തരത്തിലുള്ള ഫങ്ഷൻസാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ തമ്മിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക ഏറെ ശ്രമകരമായിരിക്കും. മൂന്നാമതായി, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോൺഫ്ലിക്ട്സ് മേ അറൈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്ലിയർ സെപ്പറേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ച് നൽകിയിട്ടില്ല എങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമതായി, functional heads do not get training for top management positions because they are unable to gather experience in diverse areas. ഇവിടെ ഫങ്ഷണൽ മാനേജേഴ്സ് അതാത് ഫങ്ഷണൽ ഏരിയയിൽ മാത്രം എൻഗേജ് ചെയ്യുന്നുള്ളൂ, അതിൽ മാത്രം സ്പെഷ്യലിസ്റ്റുകളായിട്ട് മാറുന്നുള്ളൂ അവർ. അതുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്കുള്ള ട്രെയിനിങ് ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്ക് ലഭിക്കുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. These all are the disadvantages of functional structure. അടുത്തായി നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് വിശദമായിട്ട് കാണാം. This organization structure comprises of separate business units or divisions. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിവിഷൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഈച്ച് ഡിവിഷൻ ഈസ് മൾട്ടി ഫങ്ഷണൽ because within each division functions like production, marketing, finance, purchase etc. are performed together to achieve a common goal. ഇവിടെ ഓരോ ഡിവിഷനിലും പ്രത്യേകം പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പർച്ചേസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. Each division is self-contained as it develops expertise in all functions related to a product line. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂണിറ്റ് ഫോം ചെയ്യുമ്പോൾ അതൊരു സെൽഫ് കണ്ടെയ്ൻഡ് ഡിവിഷനായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതിലെല്ലാ ഫങ്ഷൻസും ആ യൂണിറ്റിൽ അല്ലെങ്കിൽ ആ സെക്ഷനിലെ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ഫിനാൻസും പർച്ചേസും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതേ ഡിവിഷനിൽ ആ യൂണിറ്റിൽ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടവ സെൽഫ് കണ്ടെയ്ൻഡ് ഡിവിഷൻസ് ആണ്. ഡിവിഷൻ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ എൻ്റർപ്രൈസസ് വേർ എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് യൂസിങ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് റിസോഴ്സസ്. ഇത്തരം ഡിവിഷണൽ സ്ട്രക്ചർ ഏറ്റവും അനുകൂലമായിട്ടുള്ളത് ഒരുപാട് വെറൈറ്റിയുള്ള പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്നൊരു കമ്പനിക്കാണ്. അവിടെ ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്രത്യേക ഡിവിഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂണിറ്റ് ഫോം ചെയ്യാവുന്നതാണ്. ആ ഓരോ യൂണിറ്റിൻ്റെയും കീഴിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ഫിനാൻസും പർച്ചേസും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. മാനേജിംഗ് ഡയറക്ടർ കീഴിൽ 4 ഡിവിഷൻസ് ആണുള്ളത്. അതായത് 4 ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും ആ കമ്പനി ഡീൽ ചെയ്യുന്നത്. കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ്, ഫുഡ്വെയർ, സ്കിൻ കെയർ. ഓരോ ഡിവിഷൻ്റെ കീഴിലും അവിടെ 4 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ഹ്യൂമൻ റിസോഴ്സസ്, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പർച്ചേസ്. അപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഓരോ പ്രോഡക്റ്റ് ബേസ്ഡ് യൂണിറ്റിൻ്റെയും അല്ലെങ്കിൽ ഡിവിഷൻ്റെയും കീഴിൽ ഫങ്ഷണൽ ബേസിസിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സെക്ഷനുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ബേസിക് ഡിവിഷൻ മാത്രമാണ് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കുക. ഇത് ടെറിറ്ററി ബേസ്ഡ് ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഒരുപാട് ബ്രാഞ്ചുകളോടെ പ്രവർത്തിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ ഏരിയ തിരിച്ചുകൊണ്ട് അവിടെ ഡിവിഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യാവുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഉദാഹരണത്തിൽ മാനേജിംഗ് ഡയറക്ടർ കീഴിൽ സദേൺ ഡിവിഷനുണ്ട്, സെൻട്രൽ ഡിവിഷനുണ്ട്, നോർത്തേൺ ഡിവിഷനുണ്ട്.
അങ്ങനെ ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്തുകൊണ്ടാണ് ടെറിറ്ററി ബേസ്ഡ് ഡിവിഷൻ സ്ട്രക്ചർ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സദേൺ ഡിവിഷൻ്റെ കീഴിലും സെൻട്രൽ ഡിവിഷൻ്റെ കീഴിലും നോർത്തേൺ ഡിവിഷൻ്റെ കീഴിലും 3 സബ് ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 സെക്ഷനുകളുണ്ട്. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സർവീസസ്. അപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചർ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ ടെറിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷൻ സ്ട്രക്ചർ ആവാം. ഡിവിഷൻ സ്ട്രക്ചറിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ? ഒന്നാമതായി, പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയഡ് സ്കിൽസ് ഇൻ എ ഡിവിഷണൽ ഹെഡ് ആൻഡ് ദിസ് പ്രിപ്പയർസ് ഹിം ഫോർ ഹയർ പൊസിഷൻസ്. ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് വ്യത്യസ്ത മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ആളായിരിക്കും. ഒരു പ്രോഡക്റ്റ് ലൈൻ കൈകാര്യം ചെയ്യുന്ന ഹെഡ് അതിൻ്റെ പ്രൊഡക്ഷനിലും അതിൻ്റെ മാർക്കറ്റിങ്ങിലും അതിൻ്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനുമൊക്കെ ലിസ്റ്റായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തുടർന്ന് കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻസിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ്. രണ്ടാമതായി, ഡിവിഷണൽ ഹെഡ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ പ്രോഫിറ്റ്സ് ആസ് റവന്യൂ ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ആൻഡ് അസൈൻഡ് ടു ദം. ഇവിടെ ഓരോ ഡിവിഷൻ്റെയും ലാഭനഷ്ടങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കുക എളുപ്പമാണ്. ഓരോ ഡിവിഷൻസിൻ്റെയും റവന്യൂവും കോസ്റ്റും കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയുന്നത് കൊണ്ട് വീക്കായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിവിഷൻസാണ് ഏറ്റവും മികച്ച പ്രവർത്തനം കൈവരിക്കുന്നതെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. മൂന്നാമതായി, ഇറ്റ് പ്രൊമോട്ട്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനിഷ്യേറ്റീവ് ബിക്കോസ് ഈച്ച് ഡിവിഷൻ ഫങ്ഷൻസ് ആസ് ആൻ ഓട്ടോണമസ് യൂണിറ്റ് വിച്ച് ലീഡ്സ് ടു ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഓരോ ഡിവിഷനും ഓട്ടോണമസ് യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വയംഭരണ അവകാശമുള്ള, അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ള ഡിവിഷനുകളാണുള്ളത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾക്ക്, അല്ലെങ്കിൽ ആ ഡിവിഷണൽ ഹെഡുകൾക്ക് സ്വന്തം തീരുമാനമെടുക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ ഇനിഷ്യേറ്റീവും ഫ്ലെക്സിബിലിറ്റിയും എൻഷുർ ചെയ്യാനും കഴിയുന്നുണ്ട്. നാലാമതായി, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആസ് ന്യൂ ഡിവിഷൻസ് ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ്. ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ വളരെ എളുപ്പത്തിൽ സാധ്യമാണ്. പുതിയ പ്രോഡക്റ്റ് ലൈനുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഏരിയയിലേക്ക് പുതിയൊരു ഡിവിഷൻ ആരംഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നിലവിലുള്ള ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാതെ തന്നെ പുതിയ പ്രോഡക്റ്റുകളെ ഉൾപ്പെടുത്താനും പുതിയ ബ്രാഞ്ചുകളും തുടങ്ങുക എളുപ്പമാണ് ഇവിടെ. ദീസ് ഓൾ ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. നെക്സ്റ്റ് അബൌട്ട് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. എന്തൊക്കെയാണ് ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ പോരായ്മകൾ എന്നുകൂടി ചർച്ച ചെയ്യാം. കോൺഫ്ലിക്റ്റ് മേ അറൈസ് among different divisions with reference to allocation of funds. സ്ഥാപനത്തിൻ്റെ ഫണ്ട് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും തർക്കങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ വിവിധ ഡിവിഷനുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. രണ്ടാമതായി, ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് സിൻസ് ദർ മേ ബി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് അക്രോസ് പ്രോഡക്ട്സ്. ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഓരോ ഡിവിഷനിലും മാർക്കറ്റിങ്ങിൽ, പരസ്യങ്ങൾ, അഡ്വർടൈസിങ് വ്യത്യസ്തമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കോസ്റ്റ് കൂടാൻ കാരണമാകുന്നുണ്ട്. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസിൻ്റെ ബെനിഫിറ്റ് അവിടെ കിട്ടുന്നില്ല. മൂന്നാമതായി, ഇറ്റ് പ്രൊവൈഡ്സ് മാനേജേഴ്സ് വിത്ത് ദ അതോറിറ്റി ടു സൂപ്പർവൈസ് ഓൾ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഡിവിഷൻ ആൻഡ് മേ ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ്. പലപ്പോഴും ഇത് മാനേജർമാർ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് വഴിതെളിക്കുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഓരോ ഡിവിഷൻ്റെയും ഹെഡുകൾ
അവരുടെ അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ വിസ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു പോരായ്മ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. These all are the disadvantages of divisional structure. അടുത്തായി ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. What are the major differences between functional structure and divisional structure? ആദ്യമായി ഫോർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസണാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ ഡിഫറെൻ്റ് യൂണിറ്റുകൾ ഫോം ചെയ്തിരിക്കുന്നത് പ്രോഡക്റ്റ് ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടെറിറ്ററി ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം. സോ ഇൻ ദ ഫസ്റ്റ് കേസ് ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. But in case of divisional structure, formation is based on product lines and is supported by functions. മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ അവിടെ പ്രോഡക്റ്റ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ വരുന്നുള്ളൂ. രണ്ടാമത്തെ ബേസിസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഫങ്ഷണൽ സ്പെഷ്യലൈസേഷനാണുള്ളത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷനാണുള്ളത്. മൂന്നാമതായി റെസ്പോൺസിബിലിറ്റിയിലുള്ള വ്യത്യാസം. ഇൻ കേസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫിക്സ് ഓൺ എ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കോസ്റ്റും റവന്യൂവും ഇല്ല. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വൈസായിട്ട് സാധ്യമല്ല. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിലെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓരോ ഡിവിഷനും സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഡിവിഷൻസാണ്. കോസ്റ്റും റവന്യൂവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ ഡിവിഷൻസിലുമുണ്ട്. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കാനും കഴിയും. നാലാമതായി മാനേജീരിയൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ മാനേജീരിയൽ ഡെവലപ്മെൻറ്റ് ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോ പ്രത്യേക ഫങ്ഷണൽ ഏരിയയിൽ മാത്രമാണ് അവർ ഇടപെടുന്നത്. മാർക്കറ്റിംഗ് മാനേജർ സെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. So in case of functional structure it is difficult, as each functional manager has to report to the top management. എന്നാൽ divisional structure it is quite easier. Autonomy as well as chance to perform multiple functions helps in managerial development. അഞ്ചാമതായിട്ട് കോസ്റ്റിലുള്ള താരതമ്യമാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ല ഫങ്ഷൻസിൽ, അതുകൊണ്ട് കൂടുതൽ ഇക്കണോമിക്കലാണ്, സാമ്പത്തികമായിട്ടുള്ള ലാഭമുണ്ട്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റഡ് ഹെൻസ് ഇക്കണോമിക്കൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സോ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ദ ലാസ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചറിൽ കോർഡിനേഷൻ ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് ഒരു മൾട്ടി പ്രോഡക്റ്റ് കമ്പനി ആണെങ്കിൽ കോർഡിനേഷൻ സാധ്യമല്ല. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ കോർഡിനേഷൻ എളുപ്പമാണ്. ഈസി ബിക്കോസ് ഓൾ ഫങ്ഷൻസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ വൺ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ കോർഡിനേഷൻ എളുപ്പത്തിൽ സാധ്യമാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ പ്രത്യേകിച്ച് മൾട്ടി പ്രോഡക്റ്റ് കമ്പനി ആണെങ്കിൽ കോർഡിനേഷൻ ബുദ്ധിമുട്ടാണ്. ഡിവിഷണൽ സ്ട്രക്ചറിലാണെങ്കിൽ
ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഒരു പ്രോഡക്റ്റിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് കോർഡിനേഷൻ വളരെ എളുപ്പമാണ്. Thank you for watching this video.